ഇത് ടൈൽ ആൻഡ് മാർബിൾസിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഷീറ്റാണ്. ബൾക്ക് പർച്ചേസ് ആണ് നമ്മളുടെ ഇത്. ഓൾ കേരള കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിലോട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ എത്തിച്ചേരുന്നതാണ്. നമ്മൾ നല്ല കാശ് ചിലവാക്കി പ്രീമിയം ക്വാളിറ്റി ടൈലെല്ലാം എടുക്കും. ടൈലിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞ് അതുപോലെ ഇട്ടാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കുറച്ച് ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. ടൈൽ സ്റ്റാൻഡേർഡ് ആവട്ടെ പ്രീമിയം ആവട്ടെ എല്ലാ ടൈലുകളും കറ പിടിക്കും. വുഡ് വർക്കിൻ്റെ ടൈമിൽ മരത്തിൻ്റെ കറയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ്. എസ്പെഷ്യലി നമ്മൾ മാർബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വരെ ഈ സ്റ്റെയിൻ ഇറങ്ങി പോകും. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ സ്കഫോൾഡൊക്കെ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെയൊക്കെയുള്ള വർക്കിലൊക്കെ നമ്മൾ ടൈലിൻ്റെ ഗ്ലോസി ടൈപ്പ് ടൈലൊക്കെ ആണെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ ഹൈ ആണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസിനൊക്കെ നമ്മൾ ടൈലിനെയും മാർബിൾസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല കവറേജ് കിട്ടും. ഒരു റോള് കൊണ്ട് നിങ്ങൾക്ക് അറൗണ്ട് 452 സ്ക്വയർ ഫീറ്റ് വിരിക്കാൻ കഴിയും. ഇത് ആൻറ്റി സ്ലിപ്പാണ്, നമ്മൾ തെന്നിപ്പോവില്ല, വിരിച്ച് കഴിഞ്ഞ ശേഷം നല്ല ഒതുക്കത്തിൽ നിൽക്കും. മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആണ്, റീയൂസബിൾ ആണ്, സ്റ്റെയിൻ ഫ്രീ ആണ്, ഹൈലി ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എങ്ങനെയും ഏത് രൂപത്തിലും നമുക്കിത് ചെയ്യാൻ കഴിയും. 2mm, 3mm, 5mm തിക്നെസ്സുകളിൽ അവൈലബിൾ ആണ്. ഒത്തിരി ബ്രാൻഡുകളുടെ ടൈൽ പ്രൊട്ടക്ഷൻ ഷീറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊട്ടക്ഷൻ ഷീറ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ ടൈൽ ആൻഡ് സ്റ്റോൺ ഫിക്സിംഗ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് റിക്വയർമെൻറ്റിനും നിങ്ങൾക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം. ഹിയർ വി ആർ ക്രിയേറ്റീവ് സൊല്യൂഷൻസ്. താങ്ക് യു.